ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്തുനിന്ന് എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ടെസ്റ്റ് രണ്ടും എടുക്കണ്ട, വേറെ ഒരെണ്ണം എടുക്കാം. ഓക്കെ ഓക്കെ നിങ്ങളുടെ മച്ചമ്പി നിങ്ങളുടെ അടുത്തുനിന്ന് കുറെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതില് മേജർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ വ്യക്തിയുടേതായിട്ടുള്ള പല കാര്യങ്ങളും പല സിറ്റുവേഷൻസും മനസ്സറിഞ്ഞ് വേണ്ട രീതിയിൽ വേണ്ട പോലെ നിങ്ങൾ മാനത്ത് കണ്ട് ചെയ്തു കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അവര് പറയാതെ തന്നെ, അവര് നിങ്ങളോട് ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും അവർക്ക് നല്ല രീതിയിൽ ഉതകുന്ന പോലെ നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കൊടുക്കുകയോ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ അവരെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര സമയം തരാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതിരിക്കുകയോ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങളെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തിയ സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ അതെല്ലാം നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, സാഹചര്യമായതുകൊണ്ടും സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. അല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യം കൊണ്ട് പല കാര്യങ്ങളും വന്നു പോയതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഇവര് ആഗ്രഹിക്കുന്നു. നിങ്ങളത് മനസ്സിലാക്കണം. ഇവര് ചെയ്ത എല്ലാ കുൽസിത പരിപാടികളും അത് അവരുടെ സാഹചര്യം കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വല്ലാത്ത മനുതൻ താൻ. ഓക്കെ, അപ്പോ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതില് എന്താ പറയാ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് തർക്കം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള എനർജീസ്, മറ്റുള്ള വ്യക്തികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഇവർക്ക് ഇഷ്ടമുള്ള ആളുകളെ പറ്റി നിങ്ങൾ നെഗറ്റീവ് പറയാതിരിക്കുക എന്ന് ആഗ്രഹിക്കുന്നു. ഇവർക്ക് ഇഷ്ടമുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ട പല ആളുകളെ പറ്റിയും നെഗറ്റീവ് പറയാതിരിക്കുക. അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളല്ല. നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ അവരെ പറ്റി നെഗറ്റീവ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ശരിക്കും നിങ്ങൾ നെഗറ്റീവ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന പോലെയുള്ള ആളുകളല്ല ഈ മൂന്നാമത്തെ വ്യക്തികള്.
അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണ്, അല്ലെങ്കിൽ ചുമ്മാ നിങ്ങൾ അതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് അവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട്, അതായത് ഈ മൂന്നാമത്തെ ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടാവും, അപ്പൊ ആ വ്യക്തികളെയോ സിറ്റുവേഷൻസിനെയോ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾ അവരെ പറ്റി ചുമ്മാ പറയുകയാണ്. അപ്പോൾ ആ കാര്യങ്ങള് മാറ്റണം, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറ്റണം. നിങ്ങൾ ആ വ്യക്തികളെ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യരുത്. അവര് പോസിറ്റീവ് ആണെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് കൊണ്ടുവരണം എന്ന് നിങ്ങളുടെ ആള് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നു. ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ നിങ്ങളുടെ ആളുടെ. ഓക്കെ. കാരണം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കാര്യങ്ങൾ ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരത്തിൽ എന്തെങ്കിലും പാകപ്പിഴകളോ വരികയോ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ എന്തെങ്കിലും വരികയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അടിമുടി ഒരു ക്രോസ് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ അടിമുടി എന്താ പറയുക, ഓരോ സെന്റൻസിലും ഓരോ പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങളെ അടിമുടി കീറി സംസാരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കേൾക്കാത്ത പോലെ ഇരിക്കുക, നിങ്ങളെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിചാരം ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ തെറ്റുകൊണ്ടാണെന്ന് പറയും. പക്ഷെ ഇവരെന്തെങ്കിലും ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊക്കെ സാഹചര്യം കൊണ്ടാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ. അതായത് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി വളരെയധികം ഇരുട്ടിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇരുട്ടായിട്ടുള്ള കാര്യങ്ങൾ പരക്കുമ്പോൾ, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒരു വെളിച്ചമായിട്ട് സമീപിക്കണം. കണ്ടറിഞ്ഞ് വെളിച്ചമായിട്ട് അവരുടെ ജീവിതത്തിൽ ഉടനീളം നിൽക്കണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ എന്താണ് വെളിച്ചത്തിൽ നിന്നാലോ ഇരുട്ടിൽ നിന്നാലോ വലിയ കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ ഇരുട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കയറിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് കയറേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ട് നിങ്ങൾ കയറുന്നില്ല? അതൊക്കെ നിങ്ങൾ കയറണ്ടേ എന്ന് നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങളെ ചോദ്യം ചെയ്യും. അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ. അങ്ങനെയൊക്കെ നിങ്ങളോട് പരാതി പറയുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പ്രവർത്തിക്കും. പക്ഷെ ഇവര് വെളിച്ചം ഇല്ലാത്തൊരു സമയത്താണെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവരുദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് എന്താ പറയാ തർക്കിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കും. ഓക്കെ. ഇപ്പൊ സൈലന്റ് ആയിട്ടാണെങ്കിലും വയലന്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് അതായത് അവരുടെ അടുത്ത് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കണം, ഒരു ഹാങ് ആയിട്ടിരിക്കണം. വേറെ എവിടെയും പോകരുത്, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലോട്ട് ഒന്നും, വേറെ വ്യക്തികളുടെ അടുത്തോട്ടോ ഒന്നും പോകരുത്. നിങ്ങൾ അവരുടേതായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിലോ സ്റ്റക്ക് എനർജി ആയിട്ട് നിൽക്കുക എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അതൊരു സെൽഫിഷ് ആയിട്ടുള്ള ആഗ്രഹമാണ്. കാരണം അവര് എപ്പോ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ അവര് എപ്പോ എന്തൊക്കെ ഈ ലോകത്തിന്റെ ഏത് മൂലക്ക് പോയി എന്ത് കുൽസിത പരിപാടികൾ കാണിച്ചിട്ടും ഏത് വ്യക്തികളുടെ അടുത്ത് പോയി എന്തൊക്കെ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് വന്നാലും, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ പോയിട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ അവിടെ ഒരു ഹാങ് ആയിട്ട് എങ്ങും പോവാതെ ഇങ്ങനെ നിൽക്കണം. അവരുടെ അടുത്തുനിന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ പോവരുത്. ആ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം.
ഓക്കെ, എനിക്ക് വയ്യ. അതായത് നിങ്ങളുടെ ആള് വിചാരിക്കുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലോ. ഇവരുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഇവര് പല ആളുകളെ പറ്റിയും കമ്പയർ ചെയ്യുന്നുണ്ടാകും, പല വ്യക്തികളെ പറ്റിയും നിങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾ മനസ്സിൽ പോലും വേറെ ആളുകളെ പറ്റിയോ വേറെ വ്യക്തികളെ പറ്റിയോ വേറെ സിറ്റുവേഷൻസിനെ പറ്റിയോ ഇവരുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അതായത് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന സമയത്ത് അവരെ ഒരു പറവയെ പോലെ സ്വതന്ത്രമായിട്ട് പറക്കാൻ വിടുക എന്ന് ഉദ്ദേശിക്കുന്നു. അതിൽ നിങ്ങൾ സംശയത്തിന്റെ കണ്ണുകൾ വെച്ച് നോക്കാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സംശയത്തിന്റെ കാര്യങ്ങൾ വെച്ച് സംസാരിക്കാതിരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നു. അതേസമയം നിങ്ങൾ എന്തെങ്കിലും സ്വാതന്ത്ര്യം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് സംശയത്തിന്റെ നിഴലിലോ കാര്യങ്ങളിലോ നിങ്ങളോട് സംസാരിക്കാനുള്ള അവകാശം ഉണ്ടെന്നും നിങ്ങളുടെ വ്യക്തി പറയുന്നു. എനിക്ക് വയ്യ. ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വല്ലാത്ത മച്ചമ്പി, ഒരു മനുഷ്യത്തി തന്നെയാണ് നിങ്ങളുടെ ആള്. കാരണം എന്തിനു വേണ്ടിയിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി പോരാടി അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. അവരുടെ കയ്യിൽ നിന്ന് എന്ത് നെഗറ്റീവായിട്ട് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നിയമത്തിന്റെ പേരിലാണെങ്കിലും അവർക്ക് അനുകൂലമാക്കി നിങ്ങൾ കൊടുക്കണം. ഒരു കുടുംബത്തിന്റെ കാര്യത്തിലാണെങ്കിലും വ്യക്തികളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം അവർക്ക് അനുകൂലമാക്കി കൊടുക്കണം എന്ന് അവര് അതിയായിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ ചെയ്യുമെന്നും ഈ വ്യക്തിക്ക് ഏകദേശമൊക്കെ അറിയാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കുറച്ച് പിടുത്തം കിട്ടാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ട്. കാരണം ഇപ്പൊ ഒരു ഡബിൾ മൈൻഡിൽ ഇരിക്കണേ, ചെയ്യൂലേ? പണ്ടത്തെ പോലെയുള്ള ആളാണോ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ? അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഉള്ളിൽ? അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനും ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ആൾക്കുണ്ട്. കാരണം ഈ വ്യക്തിനെ കൊണ്ട് നല്ല രീതിക്ക് മാനസിക സമ്മർദ്ദം, ഈ വ്യക്തി ചെയ്തു വെച്ച കാര്യങ്ങളോ ഈ വ്യക്തിനായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ആളുകൾ ചെയ്തു വെച്ച കാര്യങ്ങളോ ആലോചിച്ചോ അല്ലെങ്കിൽ അവര് പ്രവർത്തിച്ച കാര്യങ്ങൾ ഓർത്തിട്ടോ ഒരു മാനസികമായിട്ടുള്ള ഒരു അങ്ങേയറ്റം പോകുന്ന രീതിയിലുള്ള വിഷമം പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളത് പൂർണ്ണമായിട്ടും നിങ്ങൾ അതിൽ നിന്ന് റിക്കവേർഡ് ആയിട്ടില്ല. കാരണം ഈ മച്ചമ്പി അങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾ സ്നേഹിച്ചു പോയി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്, അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ, അല്ലെങ്കിൽ ഈ വ്യക്തിനായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കണക്റ്റ് ആയില്ല, ഒന്നും റെസണേറ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.